ഇതെങ്ങനെ ചിന്തിക്കണു ഇങ്ങനെയൊക്കെ ഇങ്ങനൊരു കഥ മനസ്സിൽ വരണ്ടേ. ഒരു ഭയങ്കര അൺയൂഷ്വൽ സബ്ജക്റ്റാണ്. അതാണ് അതിൻ്റെ പ്ലസ്. തിയേറ്ററിൽ പോയിട്ട് ആ മാജിക് എക്സ്പീരിയൻസിലാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം യു മീറ്റിംഗ്. എനിക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര മെസ്മറൈസ്ഡ് ആയിരുന്നു. ഒന്നാമത് ആ പടത്തിന്റെ ഒരു ബ്രില്യൻസ്. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, സിനിമാക്കാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്. നമുക്ക് കുറെ കൂടി ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഭയങ്കര എന്താണ് ഇമോഷണൽ ആയ മെമ്മറീസ് വരും. ഇടിച്ചാൽ മതി, ഇടി മേടിച്ചാൽ മതി. ഇതിൽ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വന്നു. ഞങ്ങള് സിനിമ മനസ്സിലാക്കി, അതായത് കാണുമ്പോൾ ഹിന്ദി സിനിമകൾ കണ്ട ടബു ഞാനും ബീച്ചില്. അപ്പൊ ഞാനിതിങ്ങനെ കാണുമ്പോ ഞാൻ ഒരു എക്സ്പ്രഷൻ തോന്നി, റൊമാൻസ് ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടല്ലോ. എനിക്ക് അന്ന് മനസ്സിലായി. മോർ ദാൻ പാടി അഭിനയിക്കൽ ആ സോങ്സിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ലിറിക്സും പഠിക്കണം അല്ലേ എല്ലാത്തിന്റെ. ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ട് സന്ദീപിന്. ഇങ്ങനൊക്കെ ചെയ്യുമ്പോ ശരിക്കും പ്രേമം തോന്നുന്നു. സന്ദീപ് ഇപ്പോഴും അത്തരം ഡയറക്ടർമാരെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് വരുമോ? റോംകോം മാത്രമല്ല, ആ ഡയറക്ടർ പൂട്ടിയിട്ടിട്ട് കാതൽ ദേശം ഒരു 10 പ്രാവശ്യം കാണിപ്പിക്കും. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പാടിയിരുന്നു ഒരു പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യാൻ. ആ ഈ കഥ എനിക്കും ഉണ്ടായിരുന്നു പടത്തിൽ. എഴുത്ത് നല്ല ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. ഒന്ന് എഴുതിയപ്പോ മനസ്സിലായി. ഇത് കണ്ട് പഠിച്ചിട്ട് അത് മാറി എത്ര സിനിമകൾ ഭരിച്ചാലും ആ പ്രണയരംഗം വിട്ടുപോകും. അതിപ്പം പറഞ്ഞാലും ഞാൻ ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. നമസ്കാരം. ഒരു മൂഡില്ലാതെ അല്ലേ ഇരിക്കുന്നത്? സമയം ഒത്തിരി ആയി അല്ലേ? ഇല്ല, നിങ്ങൾ കണ്ടപ്പോ ആ പ്രശ്നം ഉള്ള മൂഡ് കൂടെ പോകുന്നതാണോ? ചോദിക്കണമല്ലോ എനിക്ക്. സത്യമാണോ? സത്യമായിട്ടും ചാർജ് തിരിച്ചു വന്നു. എനിക്ക് അത്ര വൈകുന്നേരം ജിഞ്ചിത്ത് ബാഹുലിന്റെ പടമാണ് കൊണ്ടത്. കൃഷ്ണനെ കാണാൻ കണ്ടില്ലേ? അത് അതിനുശേഷമുള്ള ഹിറ്റുകളിലേക്ക് വരാൻ പോകുന്ന ഒരു പടമായിട്ടാണ് എപ്പോഴും മൂഡ് നമുക്കുള്ളത് അല്ലേ? ഹിറ്റുകളുടെ രാജാവാണല്ലോ. ആ ഹിറ്റ് ഒറ്റ സിനിമയാണല്ലോ അദ്ദേഹത്തെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. എക്കോ ഒന്ന് പറഞ്ഞാൽ 10 പ്രാവശ്യം കേൾക്കും. ആ രീതിയിലേക്കായിരിക്കും ഒരു തമിഴ് തന്നെ പറഞ്ഞേ, കേൾക്കാനും ഒരു സുഖമുണ്ടല്ലോ. 10 എന്ന് പറഞ്ഞോണ്ട് അതെ അല്ലേ? പക്ഷെ എന്തായാലും ഒരു നല്ല സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് 4 പേരും അല്ലേ? നമുക്ക് ഒരു സീനിയോറിറ്റി എവിടെയും കൊടുക്കണ്ടേ? ഒരു സീനിയോറിറ്റി എവിടെയും കൊടുക്കണ്ടേ? അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തേ എന്ന് പറഞ്ഞാൽ പറ്റുമോ? പിന്നെന്താ, വിനീതേട്ടൻ തുടങ്ങട്ടെ. ഓ അങ്ങനെ. അല്ല, ഹൈദരാലി പറഞ്ഞ പോലെ തന്നെ ഇവരുടെ മുൻപിലത്തെ ആ കിഷ്കിന്ദ കാണാൻ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതാണ് പ്രേക്ഷകർ ഈ ടീസർ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നതുണ്ട്. ബിക്കോസ് ആ ക്രാഫ്റ്റിന്റെ ഒരു ഭംഗി, പിന്നെ അവരെ കാസ്റ്റിങ്ങിന്റെ ഒരു പ്രത്യേകത. സോ ഡെഫിനറ്റ്ലി ആ ഒരു എക്സൈറ്റ്മെന്റ് പടത്തിൽ തീർച്ചയായിട്ടും വരും, കാണും. ആൻഡ് ആസ് ആക്ടേഴ്സ് നമ്മളും ഇതിന്റെ ഭാഗമായി അഭിനയിച്ചു, ഡബിങ് കഴിഞ്ഞു എന്നല്ലാതെ ഇതിന്റെ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കും അറിയില്ല. കഥ അറിയാം, സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രേക്ഷകരെ പോലെ തന്നെ അതേ ആങ്സൈറ്റിയോടും ക്യൂരിയോസിറ്റിയോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ടു ഫീൽ ദ എക്സ്പീരിയൻസ് ദ മാജിക്. തിയേറ്റർ മാജിക് എന്ന് പറയില്ല നമ്മള്, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ഇത്. തിയേറ്ററിൽ പോയിട്ട് ആ മാജിക് എക്സ്പീരിയൻസിലാണ് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ ഒരു എക്സൈറ്റ്മെന്റ് എന്നുള്ളത്. അത് ഇതിൽ പ്രത്യേകിച്ച് ദിൻജിത്തും ബാഹുലിന്റെയും ഒരു ജീനിയസ് ആസ് ടെക്നീഷ്യൻസ്. അവർ മുമ്പത്തെ പടത്തിലൂടെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ അപ്രിസിയേഷൻ കിട്ടിയ പടമാണ്. സോ അതേപോലെ ഈ ചിത്രത്തിലൂടെയും ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മാർക്ക് ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മൾക്കും പറയാനുള്ളത്. കാട്ടിലായിരുന്നു ഫുൾ സമയം.
എത്ര പുഴു എണ്ണാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും എണ്ണീട്ടുണ്ടോ പുഴു? അട്ടയാണ്. അട്ട നമ്മൾ പുഴുന്ന് നാട്ടിൽ പറയും അട്ടയെന്ന്. ആണോ? എന്ത് നാടെന്ന് ചോദിക്കുന്നത്? എണ്ണലൊന്നും ഇല്ല ഇനിയില്ലേ? ഏ എണ്ണലൊന്നും ഇല്ല. കേറുക, അത് തന്നെ ഉപ്പിടുക, അല്ലെങ്കിൽ സാനിറ്റൈസർ അടിക്കുക, വീഴുക. ടെക്നീഷ്യൻസ്, നമ്മളെ ലൈറ്റ്മാൻ, അവരൊക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെയൊക്കെ അത് കുറേ നേരം നിൽക്കേണ്ട വരും. അവരങ്ങനത്തെ ടെറൈനിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കട്ട് കഴിഞ്ഞ പൊസിഷൻ മാറിയിട്ട് ഇതൊന്നും ഇല്ലാത്തൊരു പാറേന്റെ പുറത്തൊക്കെ ഇങ്ങനെ കയറി നിൽക്കുക. പക്ഷെ അവര് ഈ ഫുൾ ടെക്നീഷ്യൻസ്, ലൈറ്റിന്റെ ആൾക്കാർ, ക്യാമറ ടീം, ആർട്ട്, അവര് ഫുൾ ടൈം ഇത് കടിയൊക്കെ കൊണ്ട് അട്ടയിൽ തന്നെ കാലൊരു പരുവായിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, പലർക്കും ഭയങ്കരമായിട്ട് ചിലവർക്ക് ഇൻഫെക്ഷൻ ആവുമല്ലോ. അതെ 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 അതെ. ഭയങ്കര അലർജിക്ക് ആയിരിക്കും ചിലര്. എത്ര അട്ടം കടിച്ചാലും അതൊന്നും വിഷയമല്ലാതെ ഷൂട്ട് തീർത്തതേ നവംബർ എനിക്ക് ഷൂവിന്റെ ഉള്ളിലൊക്കെ കയറി കടിച്ചിട്ടുണ്ട്. അതെയോ? അടിക്കുമ്പോൾ ഇത്രയുള്ള ഒരു സാധനം അതിന്റെ ഉള്ളില്. ഇത് എങ്ങനെ വലിയ ഇത്രയുള്ള ബൂട്ട്സ് പോലത്തെ ഒരു സാധനം, അതിന്റെ ഉള്ളിൽ ഇത് എങ്ങനെ എപ്പോ കയറിയെന്നൊന്നും അറിയില്ല നമ്മൾ. അങ്ങനെ ബ്ലഡ് ഇഷ്ടപ്പെട്ടു. സോ ചെരുപ്പിടാതെ നിൽക്കുന്ന ടെക്നീഷ്യൻസിന്റെ കാര്യം ആലോചിച്ചു. അത്ര പക്ഷെ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ എത്ര അട്ട കടിച്ചാലും അതെ, അട്ടയൊക്കെ നമ്മൾ തരണം ചെയ്തിട്ട് നല്ലൊരു സിനിമ കൊടുക്കുമല്ലോ പ്രേക്ഷകർക്ക്. അതിന്റെ സന്തോഷമല്ലേ ഏറ്റവും വലുതുള്ളത്, അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. സബ്ജക്ട് കേട്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. വളരെ റെയറായിട്ട് കേൾക്കാവുന്നൊരു സബ്ജക്റ്റാണ്, വായിക്കാവുന്ന. അങ്ങനെയൊക്കെ ഒരു സ്ക്രിപ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അൺയൂഷ്വലായിട്ടൊരു സംഭവമായിരുന്നു. അതിൻ്റെ റൈറ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിലൊരു ക്യാരക്ടർ, നമ്മളൊരു നേവിക്കാരൻ്റെ ഒരു ക്യാരക്ടറാണ് ചെയ്യണം. അതും വളരെ സന്തോഷം, ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. മൊത്തം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഐ തിങ്ക് സോ നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അൺയൂഷ്വൽ ആയിരുന്നു അതിൻ്റെ റൈറ്റിംഗ് പ്രത്യേകിച്ച്. അപ്പോൾ കിഷ്കിന്ധാ കാണ്ഡത്തിന് ശേഷം വരുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പക്ഷേ നമ്മൾ കാണുമ്പോഴേ ഇതിൻ്റെ ഒരു പ്രിമൈസ് വളരെ പുതുമയാണ്. അങ്ങനത്തെ ഒരു ഇതെങ്ങനെ ചിന്തിക്കണു, ഇങ്ങനെയൊക്കെ ഇങ്ങനൊരു കഥ മനസ്സിൽ വരണ്ടേ. ഒരു ഭയങ്കര അൺയൂഷ്വൽ സബ്ജക്റ്റാണത്. അതാണ് അതിൻ്റെ പ്ലസ്. അപ്പം അത് പിന്നെ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഡയറക്ടർ ക്യാമറമാൻ കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം നമ്മൾ സേഫാണ്. ഇതെങ്ങനെ ചെയ്യണു എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് അതിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്ക്രീൻ പ്ലേയിൽ. ആൻഡ് ഈച്ചും ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ആ ഡീറ്റെയിലിംഗ് ആയി ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. സോ അതാണ്, ദാറ്റ് ഈസ് ദ മാജിക്, വിഷ്വൽ മാജിക്. അങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കണമെന്നില്ല, ഒരിക്കലും ഇല്ല അങ്ങനെ നടക്കുന്നു. നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ പ്ലസ് എന്താ വെച്ചാൽ അതാണ്, ഇതിൻ്റെ റൈറ്റർ തന്നെയാണ് ഇതിൻ്റെ DOP ക്യാമറമാൻ. സോ അതൊരു വളരെ അൺയൂഷ്വൽ കോമ്പിനേഷൻ അല്ലേ. അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ വിഷ്വൽസ് വേണം. എഴുതിയപ്പോൾ തന്നെ ആ വിഷ്വൽസ് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? ചിലതൊക്കെ കോംപ്രമൈസ് ചെയ്യല്ലോ. ചില സ്ക്രിപ്റ്റ് വന്ന് നമ്മളെ ലൊക്കേഷൻ നമുക്കത് ഒന്ന് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്കാം ആ ലൊക്കേഷനെ എന്ന് പറയുന്ന പല സിനിമകളിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ബാഹുൽ ഒന്നിനും ഒരു കോംപ്രമൈസിന് റെഡി, നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസിന് റെഡിയല്ല. ലൈക്ക് ആ പെർട്ടിക്കുലർ അതിൽ എങ്ങനെയാണോ മെൻഷൻ ചെയ്തത് അങ്ങനത്തെ ലൊക്കേഷൻ, അങ്ങനത്തെ ടെറൈൻ, ക്ലിഫ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഡ്ജ്. അത് പറയുമ്പോൾ ചിരി എല്ലാവർക്കും ഒരുമിച്ച് എഡ്ജിലൊരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അങ്ങനെ എല്ലാവർക്കും ഈ സിനിമയിൽ അങ്ങനെ ഒരു എഡ്ജ് വന്നു പോയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു എഡ്ജ്, എല്ലാവരും ജസ്റ്റ് മിസ്ഡ് ആണ്. അതല്ലേ? എല്ലാവർക്കും ഒരു എഡ്ജ് കൊണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ വിട്ടത്. അതല്ലേ? അല്ലാതെ വിട്ടില്ല. അങ്ങനെ കിട്ടിയ ആ കഥയെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് കേൾക്കാൻ രസമുണ്ടായിരുന്നു. ഇവരെല്ലാം മുതിർന്ന ആളുകൾ നല്ല എഡ്ജ് തന്നോന്നറിയാൻ വേണ്ടി. ഇല്ല, അങ്ങനെ ഭീകരമായ കഥയൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഏരിയയിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. അപ്പോൾ അത് റിസ്ക് എടുത്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പാട്. അതിൽ ഭൂരിഭാഗവും എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ ഉള്ളൊരു ശരിയാണ് കണ്ടത്. അല്ല, സംഗീതത്തെ സംബന്ധിച്ചുള്ള ഒരു ഭാഗ്യം, സന്ധ്യയെ സംബന്ധിച്ചൊരു ഭാഗ്യ നടൻ എന്ന നിലയിലേക്ക് നമുക്ക് വരാം. തുടക്കം തന്നെ നല്ല ആളുകളോട് തുടങ്ങി, പിന്നീട് പോകുന്ന യാത്രയൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ തന്നെയാണ്. അതൊരു വലിയ ഭാഗ്യവാൻ തന്നെയാണ്. താങ്കൾ ആഗ്രഹിച്ചവരുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുന്നു. അത് എത്രമാത്രം താങ്കൾ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ ഇവരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്? അല്ല, അത് എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു ഫിലിം സ്കൂളിൽ പോയിട്ടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു. സിനിമയിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷമാണ് ആ സ്കൂളിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാവരും അഭിനയിക്കുന്ന എല്ലാവരും ഈ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ നമ്മൾ ആ ഷൂട്ടിംഗ് പ്രോസസ്സിൽ തന്നെ നമുക്ക് ആ ഒരു സ്കൂളിങ് കിട്ടുകയാണല്ലോ. അപ്പോൾ
ഇപ്പം ഈ എക്കോൻ്റെ നമ്മൾ ഷൂട്ടിൻ്റെ ഇല്ലാത്ത സമയത്താണ് ഞാനും വിനീതേട്ടനും ഒരു ക്യാരവനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വിനീതേട്ടൻ ആക്ടിങ് കാര്യങ്ങൾ പഴയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹൈയിലാണ് നമ്മൾ ഇറങ്ങി അടുത്ത ഷോട്ടിന് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ഇങ്ങോട്ടും കേട്ടോ, ഞാനും ഒരുപാട് സന്ദീപിന്റെ എക്സ്പീരിയൻസ്, ബിക്കോസ് ജിംഖാന, ആലപ്പുഴ ജിംഖാന കണ്ട് വന്ന് അതിന്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തത്. സോ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം യു മീറ്റിംഗ്. ആൻഡ് എനിക്ക് കംപ്ലീറ്റ്ലി ഭയങ്കര മെസ്മറൈസ്ഡ് ആയിരുന്നു. ഒന്നാമത് ആ പടത്തിന്റെ ഒരു ബ്രില്യൻസ്, പിന്നെ ഈ ഇവരുടെ എല്ലാം പെർഫോമൻസ്, നസ്ലിൻ, സന്ദീപ്, ഓൾ ദി ആക്ടേഴ്സ്. അത് ഓരോന്നായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു ഇങ്ങനെ നാസിക്കുന്നത്. അപ്പോഴാണ് ഇവരുടെ ഒരു ഒരു പ്രിപ്പറേഷൻ, എത്രയോ മാസം അല്ലേ, അതിന്റെ ഫിസിക്കൽ ട്രെയിനിങ്, അതിന്റെ ഒരു ഡയറ്റ് പ്രോസസ്, പിന്നെ ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നതിന്റെ ഒരു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു അവിടെ. ഉണ്ട്. അതെല്ലാം എപ്പോഴും ഉണ്ടാവും. അത് there is so much to learn from their generation. നമ്മൾ പ്രഗത്ഭരായ അല്ലെങ്കിൽ അതുല്യരായ ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്യും. സോ അത് സന്ദീപും പറയണ്ടായിരുന്നു. അപ്പം അതേപോലെയാണ് ഐ റിലേറ്റ് ടു ഹിം, ബിക്കോസ് ഞാനും അതുപോലെയായിരുന്നു. നമുക്ക് ഭയങ്കര രസമായി ആനക്ഡോട്ട്സ് കേൾക്കാൻ. സി ദാറ്റ് ഈസ് ഒന്ന് എൻറിച്ചിങ് ആണ്. നമ്മളെ ഭയങ്കരമായിട്ട് ഇറ്റ് മോട്ടിവേറ്റ്സ് യു. ഇപ്പം ലാലേട്ടനെ കുറിച്ച് ബിനു പറയുമ്പം അപ്പം നമ്മളും എല്ലാം ഇങ്ങനെ പല മെമ്മറീസ്, ഇതൊക്കെ വളരെ പ്രഷ്യസ് ആയിട്ട് ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കും. അത് വരേണ്ട സമയത്ത് യു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. പല ടെക്നിക്സ് എല്ലാവർക്കും ഉണ്ടല്ലോ കഥകൾ, അതാണല്ലോ അതിൻ്റെ രീതി. ഇപ്പോൾ വിനീതേട്ടൻ പറഞ്ഞ ലാലേട്ടനെ കുറിച്ച് പറയാൻ ഒത്തിരി കഥകളുണ്ടായിരിക്കും. ആ ലൊക്കേഷനിലെ കഥകൾ പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ടാവും. കാരണം ഉണ്ടാവും എത്രയോ ആർട്ടിസ്റ്റുകൾ കൂടെ അഭിനയിച്ചാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കഥകൾ പറയുമ്പോൾ നമുക്ക് വീണ്ടും ബാക്കിലേക്ക് ഒന്ന് പോകുന്ന ഒരു സാധനം എന്തൊരു സുഖം, എന്തൊരു സന്തോഷമുള്ള മുഹൂർത്തമായിരിക്കും അല്ലേ. ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ മകൻ്റെ കൂടെ അഭിനയിക്കുന്നു. അതെ, പിന്നെ ആലോചിച്ച് ഞാനിപ്പോൾ പറയുന്നത് പപ്പേട്ടനെ കാണുകയാണ് നമ്മള് ബിനുവിലൂടെ. അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ലിവിങ് ത്രൂ ബിനു ഇപ്പോഴത്തെ ജനറേഷൻ. അപ്പൊ അത് നമ്മളെ പോലത്തെ എൻ്റെ ജനറേഷനിലും, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, സിനിമാക്കാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, നമുക്ക് കുറേ കൂടി ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഭയങ്കര എന്താണ് ഇമോഷണലായ മെമ്മറീസ് വരും. പപ്പേട്ടനോടൊക്കെ അഭിനയിച്ച ആൾക്കാരായതുകൊണ്ട്. പക്ഷേ പ്രേക്ഷകര് പല പല കഥാപാത്രങ്ങളായിട്ട് ഇവരെ കണ്ടിട്ടുള്ളതാണ്. സോ അത് ഇപ്പം ബിനുവിലൂടെ ഒക്കെ പപ്പേട്ടൻ ഇസ് കമ്മിങ് ബാക്ക് ടു അസ്. ഇതൊക്കെ ഒരു വലിയ ഓർമ്മകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് സിനിമയിൽ കണ്ട ആൾക്കാരെ നമ്മൾ സിനിമയിലേക്ക് വരുമോയെന്നൊന്നും ഒന്ന് ചിന്തിച്ചിട്ട് പോലും. പിന്നെ പിൽക്കാലത്ത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ച അതേ ആൾക്കാരെ കൂടെ നമുക്ക് വീണ്ടും ഒരുമിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല നമ്മൾ സിനിമയിൽ വരുന്നു, അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്കൊന്നും നാന്ന് തുടക്കത്തിലൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരുപാട് വൈകിട്ടാണ് സിനിമയിൽ എത്തുന്നതും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്തതിനെ കൊണ്ടാണ് അത് നേരെ വൈകി എത്തിയതും. കാരണം പിന്നെ ആ സിനിമയാണ് പറഞ്ഞ അതിലേക്ക് അങ്ങോട്ട് യാത്രയായി. പിന്നെ അതിൽ നമ്മൾ അച്ഛൻ്റെ കൂടെ ജോലി ചെയ്ത ഒരുപാട് ആൾക്കാരെ, ഇപ്പം തുടരത്തിലാണെങ്കിൽ ലാലേട്ടൻ്റെയും രാജു ചേട്ടൻ്റെയും ഒക്കെ കൂടെ നിൽക്കുമ്പം, അല്ലെങ്കിൽ അവരൊക്കെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചപ്പം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വിനീതൻ്റെ കൂടെ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ച ഒരുപാട് ഭയങ്കര മെമ്മറീസ് ഉള്ള കഥാപാത്രങ്ങൾ ഇവർക്കും ഉള്ള, അവരുടെ കൂടെ കേൾക്കുമ്പോൾ ലൈക്ക് ഇറ്റ്സ് ഫീലിംഗ് സോ ഹാപ്പി. ലൈക്ക് അതിനൊക്കെ കാരണം എക്കോ ആണ്. ഒത്തിരി കഥകൾ പറയാൻ പറ്റിയ ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങള് ഫസ്റ്റ് ആണല്ലേ. ഞങ്ങൾ കുറെ ഷോസിൽ പാട്ടായിട്ടുണ്ടാവും, അമ്മയുടെ ഒക്കെ സ്റ്റാർ പ്രോഗ്രാംസ്. പക്ഷെ വി ബീൻ ഫ്രണ്ട്സ് ഫോർ എ ലോങ് ടൈം. എൻ്റെ മെഡ്രാസിലായിരുന്നല്ലോ, മെഡ്രാസിലായിരുന്നു. അങ്ങനെ ഞങ്ങള് ഇൻഫോർമലായിട്ട് പല സ്ഥലങ്ങളിലും മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഇതില് കൂടെ അഭിനയിക്കുന്നൊന്നുമില്ല, ഇത് ഇറ്റ്സ് എ ഫാമിലി ഓൾവേസ്. ഇപ്പം ഞാൻ സന്ദീപിനെ ഇവിടെ പരിചയപ്പെടുന്നതിന് മുമ്പേയും എനിക്കൊരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടാവും ആസ് എൻ ആക്ടർ. ഒരാളുടെ പെർഫോമൻസ് കാണുമ്പോൾ അത് നമ്മൾ ആക്ടേഴ്സിനെല്ലാം ജനറലി ഉള്ളതാണ്. സോ നമ്മൾ കാണുമ്പം അങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ, അയ്യോ എന്നെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇടിച്ചു കയറി കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു ബോണ്ടിങ് ആണ് ഈ സിനിമയിൽ. ആൻഡ് അതുമാത്രമല്ല, ഡെയിലി കാണണം അല്ലെങ്കിൽ ഡെയിലി മെസ്സേജ്, അതിനൊന്നും ആവശ്യമില്ല. മേ ബി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സന്ദീപിനെ കാണുന്നത്, പക്ഷെ ഇതേ ബോണ്ടിങ് ആയിരിക്കും വിത്ത് ഓൾ ദ ഗ്രേറ്റ്സ് ഓൾസോ. നമ്മൾ ഡെയിലി മെസ്സേജ് ചെയ്യല്ലോ, എവറിബഡി ഈസ് ബിസി. ആൻഡ് പക്ഷെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഒരു സ്ഥാനം.
അല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴില്ല അങ്ങനെയൊന്നും. എപ്പോഴും മെസ്സേജ് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഹായ് ബായ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് കാണുമ്പോൾ ആ ടോപ്പിക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. എവിടെയാണോ നിർത്തിയത് അവിടെ അങ്ങോട്ട് അവിടെ തുടങ്ങും. അത്രേ ഉള്ളൂ. അതെ. അവിടെ തുടങ്ങും. ആ ബന്ധങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അല്ലേ? അല്ല, ആവശ്യമുള്ള സമയത്ത് ഇപ്പം എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ബിനുവിന് കിട്ടിയ ഡെഫിനറ്റ്ലി ആയിരുന്നു വിഷു. അതെ അതെ. സോ അങ്ങനെ അല്ലാതെ വെറുതെ ഇരുന്ന് ഇങ്ങനെ രാവിലെ മറ്റേ കപ്പും കോഫിയും ഗുഡ് മോർണിംഗ് പോകുകയും അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഡെയിലി മോർണിംഗ് ഓരോ പൂ. അതെനിക്ക് തോന്നുന്നു സിനിമക്കാരും അങ്ങനെ ആക്കി. സിനിമക്കാർ കുറവാണ്. ഉണ്ട്. കിട്ടാറുണ്ട് ആവശ്യത്തിന് കിട്ടാറുണ്ട് ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലേ? കപ്പും അല്ല അതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അല്ല അത് നമ്മള് പലരും നമ്പേഴ്സ് ഒക്കെ ചോദിക്കുമല്ലോ. പക്ഷെ എനിക്കൊക്കെ 2 കപ്പ് കാപ്പിയിട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് പിന്നെ നമ്മളാ ഏരിയയിലൊന്നും പോവില്ല. അങ്ങനെ ബ്ലോക്കിംഗ് ഞാൻ അങ്ങോട്ടും ചെയ്യാറില്ല. അല്ല തമാശക്ക് പറഞ്ഞാണ് ലൈക്ക്. പക്ഷെ അത് അങ്ങനെയാണ്. അല്ല തമാശ പറയാണ്. പക്ഷെ ഇത് ഒരു റൂട്ടീൻ. പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കുന്നത് ഇത് എങ്ങനെ ഇതിനൊക്കെ സമയം പിന്നെ ഞാൻ വെച്ചാൽ ഓട്ടോമേറ്റഡ് ആണോ ഈ ബ്രോഡ്കാസ്റ്റ് ഒക്കെ പോലെ? ഇത് ഡെയിലി മോർണിംഗ് അങ്ങനെ പോയിക്കോളൂ? അയക്കണാണല്ലേ. അവരത്രയും മെനക്കെട്ട് അയക്കുന്നതാണ് ഇത് whoever it is. പക്ഷെ അതിന് സമയം കാണുന്നുണ്ടല്ലോ. 2 കപ്പ് ചായ അപ്പം ബ്ലോക്കാണ്. ഏകദേശം കാണുന്നവർക്ക് ഏകദേശം മനസ്സിലായി. സാഹചര്യം നോക്കിയിരിക്കില്ല, അപ്പം തന്നെ ബ്ലോക്കാണ്. ഇനി 2 കപ്പ് അയക്കാം. ഒരു കപ്പ് അയക്കാം. ഒരു കപ്പ് കാപ്പി ഫൈൻ. അതിന് കൂടുതലൊന്നുമില്ല. ഇത് തന്നെ ആക്കട്ടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അയ്യോ ഞാൻ തമാശക്ക് പറഞ്ഞു. തമാശയാണ്. ഇച്ചിരി സീരിയസ് ഒക്കെ ഉണ്ടെന്നതിനകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള സത്യസന്ധമായ കാര്യം തന്നെയാണ്. ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും, മാറ്റമൊന്നുമില്ല. ആദ്യമായിട്ട് അഭിനയിക്കുന്നു, ഒരുമിച്ച് അഭിനയിക്കും, അവിടെ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് അവിടെ കണ്ടുമുട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. കണ്ടുമുട്ടിയ സിറ്റുവേഷൻ ഞാൻ വേറെ രൂപത്തിലാണ് വിനീതന്റെ. നല്ലൊരു ഗെറ്റപ്പായി. ഞാൻ മറക്കില്ല. നരേൻ സ്ക്രിപ്റ്റ് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു. നരേൻ അന്നാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. എന്നിട്ട് എന്നെ കണ്ടു ഞാൻ തലേദിവസം നല്ല അങ്ങനെ ആലോചിച്ചു. കാരണം വായിക്കുമ്പോൾ തന്നെ ഡയലോഗുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടാന്നറിയാം. വിനീതേട്ടൻ കുറച്ച് കഷ്ടപ്പെടും, പാടുപെടും. അത് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. അപ്പൊ അത് ആ രീതിയിലാണ് നരേൻ എന്നോട് പറയാൻ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സോ അല്ല അത് നമുക്ക് കോമ്പിനേഷൻ ഈവൻ ബിനു ഓൾസോ ലൈക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആക്ച്വലി ബിനുവിന്റെ കൂടെ കോമ്പിനേഷൻ. പക്ഷെ വായിച്ചപ്പം there's no scope for combination. And നമ്മളും സെറ്റിലും we haven't met. അല്ല നമ്മള് പൂജക്ക് കണ്ടു. അത്രേ ഉള്ളൂ. We didn't meet. പിന്നെ ഞാൻ രാവിലെ വരുമ്പോ വിനീതയുടെ വൈകുന്നേരം പോയി. അങ്ങനെയാ അങ്ങനത്തെ ഓർഡറിലായിരുന്നു കുറെ കാര്യങ്ങൾ. അവിടെ അങ്ങനെ കാണുന്നു. പിന്നെ ഈ ഇപ്പം ഷൂട്ടിന് വന്നപ്പോഴാണ്, പ്രൊമോഷൻ വന്നപ്പോഴൊന്നും ഒരുമിച്ച് കിട്ടണല്ല. അല്ല പക്ഷെ എല്ലാ ചില പടത്തിലൊക്കെ പ്രൊമോഷന് വരുമ്പോഴേ അറിയണം ഈ ആർട്ടിസ്റ്റും ഉണ്ടെന്നുള്ളത്. അത് ശരിയാട്ടോ. പ്രൊമോഷൻ വരുമ്പോൾ നിങ്ങൾ അവരുണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കുന്നത്. അന്ന് ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയി കാണും. തീർച്ചയായിട്ടും. ഇത്രയും പേര് ഒരു മുത്തശ്ശൻ കഥ കേൾക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ എല്ലാവരോടും ഇരിക്കുന്നത്. ഇങ്ങനെ കഥകൾ കേൾക്കാം. പല കഥകളാണല്ലോ, പലർക്കും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കഥകളാണല്ലോ. ഇവരോടൊപ്പം ആദ്യമായിട്ടാണോ? അതെ, പിന്നെ ഉറപ്പായിട്ടും എല്ലാവരുമായിട്ടും. ഇതിന്റെ മുന്നേ ഞാനും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് പരസ്പരം കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതില് എല്ലാവരോടും അല്ലേ? നായകങ്ങളിലൂടെ കഥ പോകുമ്പോൾ എല്ലാവരുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടല്ലോ അല്ലേ? ഓരോ കോമ്പിനേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഇവരെ കണ്ട സിനിമകൾ ഒത്തിരി നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും ഇല്ലേ? ഇവരൊക്കെ സിനിമകൾ നമ്മൾ കണ്ടു, ഓരോ സിനിമകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ നമുക്ക് ഈ 3 പേരുടെ സിനിമയിൽ സന്ദീപിൻ്റെ ഓർമ്മയിൽ വന്ന, ഇവരെ കാണുമ്പോൾ ഓർമ്മയിൽ വന്ന സിനിമകൾ ഏതായിരിക്കും ഈ 3 പേരുടെ സിനിമകൾ ഓരോന്ന് പറയുന്നുണ്ട്? എനിക്ക് വിനീതേട്ടനെ കണ്ടപ്പോൾ സിനിമയേക്കാൾ ഓർമ്മ വന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ വൈക്കത്താണല്ലോ. അപ്പോൾ വൈക്കത്ത് അമ്പലത്തിൽ വിനീതേട്ടൻ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീട്ടിൽ അടി ഉണ്ടാക്കി, എനിക്ക് വിനീതേട്ടനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അടി ഉണ്ടാക്കി കൂട്ടുകാരായിട്ട് അദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണാൻ വേണ്ടി ഞാൻ തിരക്കി പോയി. ലാസ്റ്റ് ഇരുന്ന് കണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൂടെയൊക്കെ പോയി. വിനീതേട്ടൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്കൊക്കെ ഞാൻ ഷെയ്ക്കൻ്റൊക്കെ കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആ ഒരു ഇമേജാണ് എനിക്ക് വിനീതേട്ടനെ കണ്ടപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. ഇങ്ങനെ ചെയ്തു. അതാണ് എനിക്ക് ഏറ്റവും എക്സ്പീരിയൻസ് വന്ന ഒരു സിനിമയെക്കാളും എനിക്ക് അത്രയും ടച്ച് ചെയ്ത ഒരു കാര്യം. നരേൻ ചേട്ടനെ എൻ്റെ ഹെൽപ്പിലെ അറിയാലോ, ക്ലാസ്മേറ്റ്സ് തരംഗമാക്കിയ ഒരു ആളാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പാടി കിടന്ന പാട്ടാണ്.
എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ആളായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ നരേൻ ചേട്ടൻ ഒരു സ്റ്റാർ ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊക്കെയാണ് എന്റെ മനസ്സിൽ വന്നത്. പിന്നെ വിനുചേട്ടനെ എനിക്ക് ഓൾറെഡി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വിനുചേട്ടൻ എന്നെ തുടരുമില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ ഓൾറെഡി അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഫാമിലി എല്ലാവരും പല രീതിയിലുള്ള പേഴ്സണൽ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ ഓർമ്മ വന്നു. അല്ല, ഒരിക്കലും നമ്മൾ ഇവരോട് കൈ കൊടുക്കാൻ പോയ സാധനം ഓർമ്മ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിക്കാണ് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ആരുടെ ഒരു കഥ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ ബേസിലേട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ ഇത് സന്ദീപ് എല്ലാവരും ഇങ്ങനെ കാണാൻ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരെ പോയ കഥകളുണ്ട്. എനിക്ക് തോന്നുന്നത് എന്റെ ആ ടൈമിലൊന്നും അധികം ഐ ഡോണ്ട് തിങ്ക് ഈസ് വെരി ഫാമിലിയർ. ഭയങ്കര ഒരു തമാശ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് നമ്മള് റൊമാൻസിന്റെ മ്യൂസിക്കിനെ പറ്റി അന്ന് വി വർ ഡിസ്കസിങ്. നമ്മളിങ്ങനെ പല റീ റെക്കോർഡിങ് അപ്പം ഇങ്ങനെ കാർലെസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എനിക്കൊരു സീക്വൻസ് ആണ് അതില് തബു ഞാനും ബീച്ചില്. അപ്പൊ ഞാനിതിങ്ങനെ കാണുമ്പോ ഞാൻ ഇവരുടെ എക്സ്പ്രഷൻ നോക്കാം. റൊമാൻസ് ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടല്ലോ. അത് എന്നോട് പറയണത് റൊമാൻസ് ഒക്കെ ആസ്വാദമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനത്തെ സന്ദീപാണിത്. ഏത് കാലിന്റെ ദിവസത്തില്ല അതിൽ ഈ തബു വന്നിങ്ങനെ ഈ എന്താണ് കനവ് കന്നി എന്ന് പറഞ്ഞിട്ട് അവര് ഈ ചോളം ഇതിങ്ങനെ ആക്കിയിട്ട് അതിൽ സദ്യം തീം മ്യൂസിക് റഹ്മാൻ സാർ ഇട്ടത്. ഇവന്റെ ഒരു പോയട്രി ഇങ്ങനെ വരും. അപ്പൊ ഷീ കംസ് ആൻഡ് ഫോൾസ് ഓൺ ഹിം. എന്നിട്ട് ഇവൻ ഈ കാർത്തിക് ഇങ്ങനെ ഇവിടെ നോക്കിയിട്ട് ഇവളിങ്ങനെ ആ വൈറ്റ് ഡ്രസ് ഇട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു മാജിക് അവറിലെടുത്ത ആ സീക്വൻസ് ആണ്. ഭയങ്കര ആ റൊമാൻസ് കണ്ടിട്ട് ഇവൻ വീടും. അപ്പോഴാണ് മനസ്സിലായത് ഈ ഇവൻ റൊമാൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു കാലത്ത് മുന്നേ അതേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഞങ്ങള് ഞാൻ 9th പഠിക്കുമ്പോഴാണ് കാതൽ ദേശം റിലീസ് ആവുന്നത്. എല്ലാവർക്കും പറയാം. ഏത് വർഷം? 95 ഞാൻ കോളേജിൽ കയറി. കോളേജിലേക്കായി. അത് ആലോചിക്കാണ്. അല്ല എനിക്കെല്ലാം പുതിയതാണ്. എന്നെ അന്നിരുത്തി കൊറേ വീഡിയോസ് കാണിച്ചു. പഴയ പാട്ടും റൊമാൻസ് ഭയങ്കര റൊമാൻസ് ആയിട്ടുള്ള പാട്ടൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ട് സന്ദീപിന്. നിനക്ക് സിനിമ ശരിക്കും പ്രേമം തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പോട്ടെ. അതെ, ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനത്തെ പോസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. കിട്ടില്ല. ഇപ്പോഴത്തെ സിനിമകൾക്ക് അതില്ല. അതാണ് സന്ദീപിന്റെ ഒരു പ്രശ്നമാണ്. സന്ദീപ് ഇപ്പോഴും അത്തരം ഡയറക്ടർമാരെ തപ്പിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് വരുമോ ഇങ്ങനത്തെ ഒരു പാട്ട്? പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. സന്ദീപ് അടുത്ത ഡയറക്ടറോട് പറയുന്നുണ്ട്, നീ കാതൽ ദേശം കണ്ടിട്ടുണ്ടോ? അതിലൊരു പാട്ട് അതുമാതിരി ഒരു ഇനിയിപ്പോ സംസാരിക്കാൻ പറയാം. നമുക്ക് ഈ ന്യൂ ജെന്നിലൊക്കെ പറയും ന്യൂ ജെന്നിൽ അങ്ങനത്തെ ഒന്നും ഇല്ല, ഇപ്പോഴത്തെ ലവ് ഒക്കെ വേറെ. അപ്പോൾ സന്ദീപ് പറയും ന്യൂ ജെൻ വേണ്ട, നമുക്ക് 70s 80s പോവാം. അതെ, അവിടെ ഐറ്റം അതാണല്ലോ പഴയതാണല്ലോ ട്രെൻഡ്. അവിടെ ഐറ്റംസ് ഉണ്ട്, അത് നമുക്ക് പിടിക്കാതെ പറയും. അതിന് പോകുന്ന സ്ഥലത്തൊക്കെ പറയാം എങ്ങനെ എത്ര റൊമാൻസുകൾ എനിക്ക് അന്ന് മനസ്സിലായി. ഒറ്റ വീഡിയോയിൽ മനസ്സിലായില്ലേ? നോക്കേണ്ട വന്നില്ല. ഇതോ എത്ര റൊമാൻസുകൾ ഇദ്ദേഹത്തിന് എനിക്ക് അറിയാം. അത്ര പോസിബിലിറ്റി വന്നിട്ടില്ല. സിനിമ മാറി. അപ്പോഴത്തേക്ക് സിനിമ വിഷുവൊന്നും പിന്നെ അതേ ഇല്ല. നമ്മളെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രേറ്റ് അതാണ് വ്യത്യാസം. വളരെ അതായത് റിയാലിറ്റിനോട് വളരെയധികം അടുത്ത് പാട്ടൊന്നും പാടാണ്ടായില്ല ആൾക്കാര്. ആ ക്ലാസ്മേറ്റ്സ് അതൊക്കെ ആയിരുന്നു അതിന്റെ അവസാന ഘട്ടങ്ങൾ. അല്ല പണ്ടത്തെ പടങ്ങളിൽ വിളിക്കാൻ വരുമ്പോഴുണ്ടല്ലോ
7 പാട്ട് 8 ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്നാണ് ഫസ്റ്റ്. അത് കേട്ട് കഴിഞ്ഞാൽ രാജാ സാർ അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ് ഇതൊക്കെ കേട്ടാ പിന്നെ വിദ്യാസാഗർ സാർ, ഔസേപ്പച്ചൻ സാർ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഭയങ്കര പാടി അഭിനയിക്കുക എന്ന് പറയുന്ന ഫീല് വേറെ പരിപാടിയാണ്. അല്ല, പാടി അഭിനയിക്കൽ ടഫ് ജോബ് ആക്ച്വലി. മോർ ദാൻ പാടി അഭിനയിക്കൽ ആ സോങ്സിന്റെ ഒരു എക്സൈറ്റ്മെന്റ്. ലിറിക്സും പഠിക്കണം അല്ലേ എല്ലാത്തിന്റെ? ഇവനാ ടെൻഷൻ പഠിക്കണല്ലേ? ലിറിക്സ് മാത്രല്ല, ആ ലിറിക്സ് പഠിച്ച് ഡാൻസ് ചെയ്യണം. അത് തെലുങ്ക് പടമൊക്കെ ചെയ്യുമ്പോഴാണ് അറിയാം. ഒരു ഫുൾ ചരണം അവര് കൊണ്ടുതരും. അതിന്റെ കൂടെ സ്റ്റെപ്സും ഇതിന്റെ കൂടെ ലിപ്പ് ഇടണം. കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഞാൻ ആദ്യം മലയാളത്തിൽ പാടി അഭിനയിച്ച എൻ്റെ കൽപ്പില്ല. എനിക്കിവിടെ ഓർമ്മയുണ്ട്, കയറാൻ നേരത്ത് ജയരാജ് സാറിനെ ചോദിച്ചു, ഈ സത്യേട്ട പടത്തിൽ പാട്ട് പാടി. ഇല്ല അച്ഛൻ്റെ മേലെ നമ്മൾ അത് ലിപ്സിങ്ക് അല്ല, അത് അയ്യോ അത്. അപ്പോൾ ഞാൻ എന്ത് പറ്റി സാർ? അല്ല ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ട്, ഇത് എൻ്റെ കൽപ്പിലെ പാടാണ്. ഞാൻ പറഞ്ഞു അതെന്താ സാർ? അപ്പോൾ നീ ഇതിനു മുമ്പ് ഇതുവരെ പാട്ട് പാടിയിട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു എന്താ സാർ? അതല്ല, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ടാണ്, നീ ലിപ്സിംഗിൽ പാട്ട് പാടിയിട്ടില്ല എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇല്ല. വരും സാർ, നിനക്ക് അങ്ങനെയൊക്കെ പറയാം. നമ്മളൊരു എന്നിട്ട് ആദ്യം പാടുന്നത് എൻ്റെ കൽപ്പിലാണ് ലിപ്സിംഗിൽ. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അത് റിയൽ ആയിട്ട് നരേൻ ചേട്ടൻ പാടുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പാടിയിരുന്നു ഒരു പെൺകുട്ടീനെ ഇമ്പ്രസ് ചെയ്യാൻ. ഈ കഥ എനിക്കും ഉണ്ടായിരുന്നു പടത്തില്. ഞാൻ മരണം നടന്നില്ല എന്ന് മാത്രം, ബാക്കിയൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് എളുപ്പമായി. അത് എളുപ്പമായിരുന്നു. അതൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ പലതും നോക്കില്ല. ഒരു പാട്ടും പാടി, പലതവണ പാട്ടും പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നാടകം അഭിനയിച്ചു, എന്തൊക്കെ ചെയ്ത് നാടകം അഭിനയിച്ച് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി. ഷാവുട്ടി ഇംപ്രസ്ഡ് ആയി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ വരെ ആയിട്ടുണ്ട് ആ കുട്ടിക്ക്. അതൊന്നും അല്ലായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ചെയ്യണമെന്ന്. ഇത് ഇപ്പൊ അത്ര ഒന്നും ചെയ്യണ്ടല്ലോ. അതെ, ഇപ്പം കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൽ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പഠിക്കേണ്ടി വന്നു കുത്തിയിരുന്ന്. അതായിരുന്നു ഇതിലെ ഒരു ടെൻഷൻ. ബാക്കി സിനിമകൾക്കൊന്നും അതില്ലായിരുന്നല്ലോ. ജിംഖാനിൽ ഇടിച്ചാൽ മതി, ഇടി മേടിച്ചാൽ മതി. പടക്കളത്തിൽ കുറച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഭിനയം തന്നെയാണ്. ഇത് പക്ഷെ പറയണം. പക്ഷെ കാരണം ഇവന് നല്ല എക്സ്പീരിയൻസ് ആയി സിനിമ. കാരണം ബാക്കി എല്ലാത്തിലും കൊളോക്കിയൽ വേയിൽ സംസാരിക്കാം, നമുക്ക് ഡയലോഗ്സ് ഒക്കെ നമ്മളെ കംഫർട്ട് സോണിലേക്ക് കൊണ്ടുവരാം. പ്രസന്റ് ആണല്ലോ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് പ്രസന്റ് അല്ലല്ലോ പറയുന്നത്. അപ്പൊ ആ കാലത്ത് എങ്ങനെ സംസാരിക്കും? ഇംഗ്ലീഷ് വാക്കുകൾ കുറവായിരിക്കും. സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ, അങ്ങനെ ഒരു മോഡുലേഷൻ പരിപാടികള്. ഈ ഒരു ജോണർ ചെയ്തത് വളരെ ഭയങ്കര ഗുണമായിരിക്കും നമുക്ക് എല്ലാവർക്കും. അത് പ്രത്യേകിച്ച് സന്ദീപിനത് ഒരു സീരിയസ് ടോണിലേക്ക് ഒരു ക്യാരക്ടർ, വേറൊരു ക്യാരക്ടർ ചെയ്യല്ലേ. ഇത്രയും കാലം ഈ കഴിഞ്ഞ 3-4 സിനിമകളിൽ സന്ദീപിനെ നമ്മളെങ്ങനെ കണ്ടു. അപ്പൊ അതിൽ നിന്നും മാറി വേറെ ഒരു സന്ദീപിനെ ഇതിൽ അല്ല, ഓരോ നടന്മാരുടെ ഒരു യാത്ര മാറി വരുമ്പോഴാണല്ലോ ആ നടനെ വേറെ രീതിക്ക് അറിയപ്പെടുക. കാലം തെളിയിച്ചിരിക്കുന്ന അങ്ങനെയാണല്ലോ. അതിലേക്കാണ് സന്ദീപ് എത്തിയിരിക്കുന്നത്. അത് പറയുന്ന ആരൊക്കെയാണെന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നതാണ്. അവരൊക്കെ എങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഒരു പ്രണയസീന് വേണ്ടി ഓടിക്കൊള്ളുക. അടുത്ത റോംകോം. അത് റോംകോം മാത്രമല്ല, ആ ഡയറക്ടർ പൂട്ടിയിട്ടിട്ട് കാതൽ ദേശം ഒരു 10 പ്രാവശ്യം കാണിപ്പിക്കുക. ആ പാട്ട് മാത്രം ഇത് കണ്ട് പഠിച്ചിട്ട് അതുമാതിരി നമുക്ക് മെറീന ബീച്ച് പോണ്ട, ജുഹു പോവാം. അതങ്ങനെ അടിക്കണ്ട, ജുഹുവിൽ പോവാം. പക്ഷെ എനിക്ക് ഇത് വേണം, ഒരു ചോളം വേണം, ഞാനിങ്ങനെ പിടിക്കണം, എനിക്ക് ആ പാടണം, അവളെ നടക്കണം, ഞാൻ നോക്കണം, എന്റെ കണ്ണിൽ പ്രേമം തെളിയണം. പപ്പേട്ടനായിട്ട് ഒത്തിരി സിനിമയിൽ അഭിനയിച്ചു. പിന്നെ ഇപ്പം വിനോദ് കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പേട്ടൻ്റെ ഒരു ഓർമ്മ വരുമല്ലോ. പപ്പേട്ടൻ്റെ ഒരു ഓർമ്മ വരുന്നത് എന്തായിരുന്നു ആ സമയത്ത് തോന്നിയത്? അല്ല, ബിനു ഇപ്പൊ കാണുമ്പോൾ മാത്രമല്ല, ബിനുവിന്റെ പെർഫോമൻസ് എല്ലാം ഞാൻ എല്ലാ പടങ്ങളും കാണുന്നതാണ്. മോസ്റ്റ് ഓഫ് ഹിസ് ഫിലിംസ് ഐ ഹാവ് സീൻ. സോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സൂപ്പർ ഇമ്പോസ് പോലെ യു കെൻ സീ പപ്പേട്ടൻ്റെ ബിനുവിന്റെ. പിന്നെ ആ ജീൻ മാജിക് ആണത്. സീ ഓഫ് ദ ടാലന്റ് കാലിബർ എന്നുള്ളത് ഡെഫിനറ്റ്ലി പപ്പേട്ടൻ ജീൻസ് ത്രൂ ഹിം. ആ മാജിക്കാണ്
പ്രേക്ഷകർക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതെല്ലാം ഒരു ഡെസ്റ്റിനിയാണ് അത്. നമുക്ക് ആസ് ഓഡിയൻസ് സപ്പോർട്ടേഴ്സ് ലിവിങ് ത്രൂ ബിനു. ഈ ഓരോ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഓരോ സിനിമയിൽ നിന്നും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വിനീതേട്ടനാണ് ഈ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യാണ്. ഇപ്പോൾ സന്ദീപിലെത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന് സന്ദീപിലെത്തിയിരിക്കുന്നു പറയാം. എത്രയോ കാലഘട്ടത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഓരോ കാലഘട്ടം വ്യത്യാസമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഒരു പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ് താങ്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് താങ്കളും വലിയൊരു ഭാഗ്യം ചെയ്തൊരു നടൻ തന്നെയാണ് കേട്ടോ. അത് എല്ലാവർക്കും പറയാൻ പറ്റില്ല. അല്ല, അത് ഒരു ഗുരുത്വവും അനുഗ്രഹവും പിന്നെ നമ്മുടെ പാഷൻ ഓൾസോ. എനിക്കും അങ്ങനത്തെ അത് വരണം. അതാണ് ആ വരണം, സക്സസ്ഫുൾ ആവണം, പ്രേക്ഷകരെ ഏറ്റെടുക്കണം. അപ്പം അതുപോലെ സന്ദീപിനെ പോലത്തെ യങ് ബ്രില്യൻ്റ് ആയ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുന്നത് നമുക്കും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. വി വാച്ച് ദം, അവരുടെ ഒരു പാറ്റേൺ ഓഫ് അപ്രോച്ച് ടു ക്യാരക്ടേഴ്സ്. ദർ ഇസ് സോ മച്ച് ടു ലേൺ ഫ്രം ഓൾ ഓഫ് us. നമ്മളെല്ലാം മ്യൂച്വലി അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെയാണ് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലും. ഇപ്പം സീനിയർ ആയതുകൊണ്ട് എല്ലാം അങ്ങനെ ഇല്ല. ലൈക്ക് ഇപ്പം എന്നെ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ ഞാൻ ഇന്നും ഒരു ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫസ്റ്റ് ഡേ ഫോർ മീ ഓഫ് ഫിലിം മേക്കിംഗ്. ഇത്രയും അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അങ്ങനെയാണ് നമ്മൾ ആസ് ആക്ടേഴ്സ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യാസം വരും. അതുപോലെ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം, ആ പെർഫോമൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ആ പ്രിപ്പറേഷനൊക്കെ ഇറ്റ്സ് നെവർ എൻഡിങ് പ്രോസസ്സ്. കലാപരമായിട്ട് നോക്കുകയാണ്. എത്ര സിനിമയിൽ ഭരിച്ചാലും ആ പ്രണയരംഗം വിട്ടുപോകും. അതിപ്പം പറഞ്ഞാൽ ഞാൻ ഓർമ്മിപ്പിക്കും. ചായക്കപ്പിന് പകരം ഇന്റെ മെസ്സേജ് പ്രതീക്ഷിച്ചോ? ഞാനും അതിൽ നിന്ന് വിടാത്തോണ്ട് ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും. അപ്പൊ ഇത് വിനു ചായക്കപ്പിന് പകരം ഈ മെസ്സേജ് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് അല്ല, ഇത് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഉറപ്പാണ്. അതാണ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തു പറയുന്നുണ്ട്. ഇല്ലേ? നമ്മള് ഗുരു ഞങ്ങള് സിനിമ മനസ്സിലാക്കി, അതായത് കാണുമ്പോ ഹിന്ദി സിനിമകൾ കണ്ട തബു, വിനീതിന്റെ കൂടെ തബു, അബ്ബാസ് തബു, റഹ്മാൻ മ്യൂസിക്. അയ്യോ, തബു what an actress. ഓർമ്മയിലേക്ക് സന്ദീപ് ഇരിക്കണേ ഇങ്ങനെയൊക്കെ പോവാണ്. ഓർമ്മയിലേക്ക് പിന്നെയും കൊണ്ടുവരാണ്. അല്ല, അത് വലിയ ഓർമ്മകളാണുള്ളത്. തബുവിനെ കണ്ടിട്ടാണ് ചോദിച്ചത്. ഇങ്ങനത്തെ കുട്ടികളെ കാണുമ്പോൾ ശരിക്കും പ്രേമം തോന്നുന്നില്ല ചേട്ടാ. വളരെ ഇന്നസെന്റ് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് അവന്റെ സംശയമായിരുന്നു അത്. എന്തായിരുന്നു മറുപടി? ഞാൻ പറഞ്ഞത് തോന്നും, അത് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചും കൂടി കഴിയും. അതൊക്കെ ഉണ്ടാവും. ഇല്ല, ഞാൻ പറഞ്ഞു അത് ആക്ടിങ് പ്രോസസ്സിൽ നിനക്ക് മനസ്സിലാവും അതിന്റെ കാര്യങ്ങളൊക്കെ, അത് എങ്ങനെയാണെന്നുള്ളത്. സന്ദീപിന് കിട്ടിയത് വീട്ടിൽ കൊടുക്കണ പടം, വീട്ടിൽ മേടിക്കുന്ന പടം, ഇങ്ങനത്തെ പടങ്ങൾ വരാത്തോണ്ടാണ്. അപ്പം പ്രണയം തോന്നും. അത് ആക്ച്വലി ചെയ്തല്ലോ, പടക്കളത്തിലൊക്കെ ഉണ്ടല്ലോ ഒരു റൊമാൻസ് എലിമെന്റ് ഉണ്ട്. അത് വേറെ ടൈപ്പ് റൊമാൻസ് ഇതുപോലെ വന്നിട്ടില്ല. അല്ലാതെ ആ പാട്ടും കൂടി കിട്ടിയിട്ടില്ല. അതിന് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. പിന്നെ പകർത്ത് കൊടുക്കും. പക്ഷെ ഇവിടുത്തെ പടങ്ങൾ അങ്ങനത്തെ പ്രണയം കിട്ടാറില്ല. പുള്ളി ഡയറക്റ്റ് ചെയ്യാൻ പോലും അങ്ങനത്തെ പ്രണയം കിട്ടത്തില്ല. അത് അങ്ങനെ പ്രതീക്ഷയോടെ പോകും. നമുക്ക് വേറെ ചെയ്യാം. വരും അടുത്ത ടൈറ്റിൽ വരും, പ്രണയം കാത്തിരിക്കുന്നു. അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എന്ത് മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. സത്യമായിട്ട് തന്നെയല്ല പറഞ്ഞത്. ഒന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലല്ലോ. സന്ദീപ് ഒന്നിക്കുന്നു. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം വിനീതേട്ടൻ അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അഭിനയം. കാരണം ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് അത് പ്രണയം വരണമല്ലോ, അത് അത്രയും വരുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. മനസ്സിന്റെ ഉള്ളിലത്തെ കറക്കണുണ്ട്. ഇതിന്ന് പോകാതെ വീണ്ടും അത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുവാണ്. അല്ല, ഓണസ്റ്റ് ആയിട്ട് അത് ഞാൻ പറഞ്ഞില്ല, വളരെ ഇന്നസെന്റ് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട്. ഇപ്പൊ സന്ദീപ് പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചതാണ് എന്നോട്, സ്നേഹത്തോടുകൂടി ചോദിച്ചത്. സ്നേഹത്തോടു കൂടി തന്നെ ചോദിച്ചു, ആ സ്നേഹത്തോടുകൂടി മറുപടിയും കിട്ടി. തീർച്ചയായിട്ടും. നമ്മൾ ഓരോ സിനിമകൾക്കും ഓരോ രീതിക്കാണ് പോകുന്നത്. ആ സിനിമകൾ വരട്ടെ. അടുത്ത പടത്തിന്റെ പരിപാടികളൊക്കെ അവിടെയായി നടക്കുന്നു. എന്നത്തേക്കാണ്? ആദ്യം ഇപ്പം അഭിനയിക്കാൻ വന്ന ദിലീപേട്ടൻ്റെ പടമാണ്. അത് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ലാലേട്ടൻ്റെ പടത്തിൽ, അത് കഴിഞ്ഞാൽ എഴുതുന്ന പടം തരുൺ ഡയറക്റ്റ് ചെയ്യുന്നത് ഫാദറായിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് കംബോഡിയ. അത് കഴിഞ്ഞു ഒരു യാത്രയാണ് അല്ലേ? ഒരിക്കലും ഒരു
നടൻ എന്ന നിലയിൽ മാറി ചിന്തിക്കുമ്പോൾ ഏറ്റവും സുഖം ഏതാണ്? അഭിനയമാണോ, ഡയറക്ഷനാണോ, എഴുത്താണോ? എഴുത്ത് നല്ല ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. ഒന്ന് എഴുതിയപ്പോൾ മനസ്സിലായി അത് ഈ പറഞ്ഞ 2 പണീനെക്കാട്ടും നല്ല പണിയുണ്ട് അത് എന്നുള്ളത്. അല്ല, ഓരോ ജോലിയും അതിൻ്റെതായ ലെവലുകളുണ്ട്. ലൈക്ക് ഡയറക്ഷൻ എളുപ്പമല്ല. എനിക്ക് അവിടെ നിന്ന് അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാൻ എളുപ്പം എന്നല്ല, ലൈക്ക് കുറച്ചും കൂടി പണി കുറവ് അഭിനയത്തിനായിരിക്കും. കാരണം ഡയറക്ഷൻ കുറച്ചധികം കാര്യങ്ങളുണ്ട്. കാരണം ഡയറക്റ്റ് ചെയ്ത് വെച്ചതിനെ കൊണ്ട് അവിടെ പണി കഴിയുന്നില്ല. ഒരു സിനിമ ശരിക്ക് തുടങ്ങുന്നത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. അതിൻ്റെ വർക്ക് യഥാർത്ഥ പണിപ്പുരയിൽ നടക്കുന്നതെന്ന് പറയുന്നത് അത് പോസ്റ്റ് പ്രൊഡക്ഷനില്ല, പ്രീക്കുമല്ല, പോസ്റ്റിലാണ് ആ സിനിമയാവുന്നത്. നല്ല മ്യൂസിക് വരണം, നല്ല സൗണ്ട് ഡിസൈൻ വരണം, നല്ല ഡബ്ബ് വരണം, നല്ല എഡിറ്റ് കട്ട്സ് വരണം. അതിൻ്റെയൊക്കെ മുന്നേ അത് നന്നായി ഷൂട്ട് ചെയ്യുന്നു വെച്ചെടുക്കണം കേട്ടോ. അതുകൊണ്ട് ആക്ടേഴ്സ് അഭിനയിക്കണം, ആ പരിപാടി ഉണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ തുടരട്ടെ, തുടർന്നുകൊണ്ടേയിരിക്കട്ടെ, നിങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരിക്കണം. പുതിയ പടം വേറെ ഉള്ളത് ഇറങ്ങാനുള്ള തമിഴ് ഇറങ്ങാനുണ്ട്. തമിഴായിരുന്നല്ലോ. സുഗീതിൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട്, അത് ഇറങ്ങാനുണ്ട് നമ്മുടെ മലയാളം സുഗീതിൻ്റെ കൂടെ. പിന്നെ മിഷ്കിൻ്റെ കൂടെ ഒരു പടം ചെയ്ത് കഴിഞ്ഞു, വിജയ് സേതുപതി ആണ് അതിൽ മെയിൻ. പിന്നെ ഇപ്പം ബെൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ ചെറിയ പടങ്ങൾ. മലയാളത്തിൽ ആഘോഷം എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങാൻ നമ്മളും എഴുത്തിലൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക, എഴുത്ത്. അപ്പം അത് ഈ വർഷം നെക്സ്റ്റ് ഇയർ ബിഗിനിങ് അത് മനസ്സിലായി അറിയാം. അത് അല്ല, അത് കഴിഞ്ഞു ഓൾമോസ്റ്റ്. അത് ഞാൻ കഥ പുതിയ ഡയറക്ടറാണ്, അയാളുടെ കഥയാണ്. സ്ക്രീൻ പ്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഓൾമോസ്റ്റ് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണത് ഈ എഴുത്ത്. കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു അല്ലേ? അതെ, എല്ലാ മേഖലയിലും എന്തായാലും നമ്മളൊരു സിനിമ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഏത് സിനിമ? മനസ്സിലായി. അതോടൊപ്പം എക്സ്പ്രസ് സിനിമ ഗംഭീരമായിട്ട് തിയേറ്ററിൽ പോട്ടെ. തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിന് മാറ്റമില്ല. അതുകൊണ്ട് ഈ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കാട്ടിന്റെ ആ സൗന്ദര്യത്തിൽ നമ്മൾ എത്രമാത്രം പറഞ്ഞാലും ആ പേര് അതിന് യോജിച്ച പേര് തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ പോയി കാണുക. നവംബർ 21 ഇതൊരു ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം സർവേഷൻ നമുക്ക് തരട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.